ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഓണം സീരീസിൽ ഇന്ന് പഴനുറുക്കിന്റെ റെസിപ്പിയാണ്. അതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പഴനുറുക്ക്. സദ്യക്ക് ഒരുപാട് കറികൾ ഉണ്ടാക്കുമ്പോൾ അധികം സമയം എടുക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഴനുറുക്ക്. അതിനായി പഴുത്ത 3 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പഴുത്തത് വേണം കേട്ടോ. പഴം ഒരുപാട് പഴുത്ത് കറുത്തിട്ടൊന്നുമില്ല. പഴത്തിന്റെ തോലെല്ലാം കളഞ്ഞ് 3 പഴവും മീഡിയം പീസസ് ആയി മുറിച്ചെടുക്കണം. നാളികേരം, ഏലക്ക, നെയ്യ് ഇവയൊന്നും ഇല്ലാതെ അടിപൊളി ടേസ്റ്റുള്ള ഒരു പഴനുറുക്കാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഒരു കടായി എടുത്ത് ഗ്യാസിൽ വെക്കാം. ഇതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ച പഴമില്ലേ, അത് ഇട്ട് കൊടുത്ത ശേഷം 1 ടീക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പഴം ഒരുപാട് പഴുത്തു പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ പഴം ഒരു 1/4 വേവാകുമ്പോൾ വെള്ളം എല്ലാം വറ്റി വരണം. അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിക്കാൻ. ശർക്കര അതേപടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. പൊടിച്ചാണ് നമ്മൾ ശർക്കര ഇതിലേക്ക് ചേർത്തുന്നത്. ശർക്കര പൊടി കടയിൽ വാങ്ങാനും കിട്ടും കേട്ടോ. ഇതിൽ 2.5 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി കാണും. അത് പഴത്തിലേക്കിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടിച്ച ശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും. പഴം ഒരു 1/4 വേവ് ആയ ശേഷം മാത്രമേ ശർക്കരപ്പൊടി ഇതിലേക്ക് ചേർത്താവൂ. ഏതൊരു സാധനവും ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വേവില്ല, കല്ലിച്ച് കിടക്കും. ശർക്കര അലിഞ്ഞപ്പോൾ ചെറിയൊരു ഗ്രേവി പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഓണത്തിന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ലേ ഇത്. ടേസ്റ്റിനാണെങ്കിൽ ഒട്ടും കോംപ്രമൈസും ഇല്ല. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്യണം. അവർക്കും എളുപ്പത്തിൽ പഴനുറുക്കുണ്ടാക്കാലോ. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പഴത്തിനെ ഒരു സർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പഴത്തിനോടൊപ്പം നാളികേരവും ഏലക്കായും നെയ്യും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. കഴിഞ്ഞ ഓണം സീരീസിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലിടാം. നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കുമല്ലോ. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം വരാം. താങ്ക് യു.